ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ യാത്ര വൈവിധ്യമാർന്ന ഭാഷാശൈലി കൊണ്ടും തനിമ ചോരാത്ത ഗ്രാമഭംഗിയാൽ സമ്പന്നമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഇന്ന് പോകുന്നത് കൊല്ലംകോടുള്ള അതിമനോഹരമായ വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. പാലക്കാട് ടൗണിൽ നിന്നും ഏകദേശം 30 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. ഈ കാണുന്ന തിരുകാച്ചാംകുറിശി മഹാവിഷ്ണു ക്ഷേത്രത്തിന് സമീപത്തുള്ള ഈ വഴിയിലൂടെ വേണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ. ഇവിടെ മുതലുള്ള യാത്ര കൊല്ലംകോടിൻ്റെ യഥാർത്ഥ ഗ്രാമഭംഗി ആസ്വദിച്ചുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റും. മരത്തിൽ ഒരു സൈൻ ബോർഡ് വെച്ചിട്ടുള്ളത് കാണാൻ സാധിക്കും. ഇവിടുന്ന് ഇടത്തോട്ട് വേണം നമുക്ക് പോകേണ്ടത്. ഈ കാണുന്നതാണ് നെല്ലിയാമ്പതി മലനിരകൾ. നെല്ലിയാമ്പതിയുടെ വ്യൂ പോയിന്റായ സീതാർകുണ്ട് ഇവിടുന്ന് വളരെ അടുത്താണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന നെൽപ്പാടങ്ങളും അതിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന കർഷകരുമെല്ലാം പാലക്കാടിൻ്റെ മറ്റൊരു ഗ്രാമഭംഗിയാണ്. കൂടാതെ കാർഷിക മേഖലയിൽ പാലക്കാടിൻ്റെ സംഭാവന വളരെ വലുതാണ്. അത് നമുക്ക് ഇവിടെ എത്തുമ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ ലാലേട്ടൻ്റെ ഒടിയൻ സിനിമയുടെ ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇവിടം. കോടമഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഈ മലനിരകൾ പശ്ചിമഘട്ടത്തിൻ്റെ ഭാഗമായ നെല്ലിയാമ്പതി മലനിരകളാണ്. വെള്ളച്ചാട്ടത്തിന് അടുത്തെത്തുമ്പോഴേക്കും നല്ല രീതിയിൽ മഴ പെയ്യാൻ തുടങ്ങി. ഈ കാണുന്നതാണ് ചാത്തമ്പാറ, അതായത് വെള്ളരിമേട് വെള്ളച്ചാട്ടത്തിൻ്റെ താഴ്വാരം. ഇവിടം വരെ മാത്രമാണ് വാഹനങ്ങളിൽ പോകാൻ സാധിക്കുക. ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുടെ തിരക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ ഓരോ ദിവസം തോറും എത്രമാത്രം ആളുകളാണ് ഇവിടെ എത്താറുള്ളതെന്ന്. കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ മഴ വളരെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും താഴെ നിന്ന് നോക്കുമ്പോഴാണ് വെള്ളരിമേടിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. ഇതുപോലെയുള്ള ചെറുതും വലുതുമായ ഒരുപാട് വെള്ളച്ചാട്ടങ്ങൾ ഇവിടെ എത്തുമ്പോൾ കാണാൻ സാധിക്കും. അതുപോലെ താൽക്കാലികമായി സെറ്റ് ചെയ്തിരിക്കുന്ന 1-2 പെട്ടിക്കടകൾ ഇവിടെയുണ്ട്. ഈ കാണുന്ന വഴിയിലൂടെ വേണം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് പോകാൻ. മുകളിലോട്ട് കയറും തോറും വഴിയുടെ അവസ്ഥ കൂടുതൽ മോശമായി വരുന്നുണ്ട്. മഴക്കാലത്താണ് ഇവിടെ എത്തുന്നതെങ്കിൽ ഇതുപോലെയുള്ള ധാരാളം വെള്ളച്ചാട്ടങ്ങൾ ആസ്വദിക്കാൻ പറ്റും. അതുപോലെ മഴക്കാലത്ത് എത്തുന്നവർ വളരെ ശ്രദ്ധിച്ചു വേണം മുകളിലോട്ട് കയറാൻ. ശരിയായ വഴിയോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാത്തതിനാൽ വഴിക്ക് വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മുകളിലോട്ട് കയറും തോറും ഇതുപോലെയുള്ള ചെറു അരുവികൾ ധാരാളം കാണാൻ സാധിക്കും.
മലയുടെ മുകളിലോട്ട് കയറും തോറും ഇതുവരെ കാണാത്ത വള്ളികളും മരങ്ങളും എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. മലയുടെ താഴ്വാരത്തു നിന്നും ഏകദേശം 2 കിലോമീറ്ററോളം മുകളിലോട്ട് നടക്കാനുണ്ട്. ഈ കാണുന്ന വെള്ളച്ചാട്ടമാണ് മലയുടെ ഏറ്റവും താഴെ നിൽക്കുമ്പോൾ നമ്മൾക്ക് കാണാൻ സാധിക്കുക. എന്നാൽ ഇതിലൊരിക്കലും ഇറങ്ങാൻ ശ്രമിക്കരുത്. കാരണം മലയുടെ മുകളിൽ പെയ്യുന്ന മഴയെക്കുറിച്ച് നമ്മൾക്കറിയാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിലേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെ പെട്ടെന്ന് തന്നെ കൂടാനും കുറയാനും സാധ്യതയുണ്ട്. ശക്തമായ ഒഴുക്കുള്ളത് കൊണ്ട് തന്നെ ഈ വെള്ളച്ചാട്ടം കാണാൻ തന്നെ വളരെ മനോഹരമാണ്. കുറച്ച് മുൻപ് വരെ ഇവിടെ നല്ല മഴയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഇവിടുന്ന് മുന്നിലോട്ട് കുറച്ച് ദൂരം കൂടി നടക്കാനുണ്ട്. ഇനി കാണാൻ പോകുന്നതാണ് കൊല്ലംകോടിൻ്റെ സ്വന്തം വെള്ളരിമേട് വെള്ളച്ചാട്ടം. വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും ഇവിടെ എത്തുന്നവർക്ക് ആസ്വദിക്കാൻ പറ്റുക. ശരിക്കും മഴക്കാലത്താണ് ഇവിടെ എത്തേണ്ടത്. എന്നാൽ മാത്രമേ യഥാർത്ഥ വെള്ളരിമേടിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റൂ. വളരെയധികം ശക്തിയിലാണ് വെള്ളം മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നത്. അതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് വെള്ളത്തിലിറങ്ങുന്നവർ വളരെയധികം ശ്രദ്ധിക്കുക. ധാരാളം വഴുക്കലുള്ള പാറകളാണ് ഇവിടെയുള്ളത്. കൊല്ലംകോട് എത്തുന്നവർ ഈ വെള്ളച്ചാട്ടം തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു കാഴ്ചയാണ്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.